കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവരുടെ മനസ്സും വയറും ഒരേപോലെ നിറയ്ക്കാൻ പറ്റുന്ന ഒരു സംഘത്തിന് ഒപ്പമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കലോത്സവത്തിന്റെ ഫുഡ് കമ്മിറ്റിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫുഡിന്റെ കാര്യങ്ങളെന്ന് നമ്മൾ ഇവരോട് ചോദിക്കാം. പേര് പറയൂ. എൻ്റെ പേര് പ്രിൻസ് മോൻ MD. ഷാജിമോൻ കയർ. സിനി സെബാസ്റ്റ്യൻ. രഞ്ജിത്ത്. ടീച്ചർ BS പ്രകാശ്. ഈ കലോത്സവത്തെ സംബന്ധിച്ച് നമുക്ക് എത്ര പേര് വരും, എത്രയാണ് എണ്ണം, അങ്ങനെയൊന്നും ഒരു നിശ്ചയമില്ല. അപ്പൊ ഈ ഒരു നമുക്കൊരു ഊഹം വെച്ചത് എങ്ങനെ നമ്മളിത് ഇത്രയും പേർക്കുള്ള ഭക്ഷണം നമ്മൾ എങ്ങനെ ഏകദേശം നമ്മളൊരു എണ്ണം എടുത്തിട്ടാണ് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന്റെ എണ്ണവും അവരുടെ കൂടെ വരുന്ന എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, ഒഫീഷ്യൽസ്, ജഡ്ജസ്, ഇവരുടെയൊക്കെ ഏകദേശം ഒരു കണക്കെടുത്തിട്ട് ഏകദേശം 2500-നും 3000-നും ഇടയ്ക്ക് വരുന്ന എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികളുണ്ട്. ആ സബ് കമ്മിറ്റികളുടെ കമ്മിറ്റിക്കാരെ കൂട്ടി മിക്കവാറും 3500ഓളം ആളുകൾക്ക് ഭക്ഷണം പല ദിവസങ്ങളിൽ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ 3500ഓളം പേർക്കാണ് ഭക്ഷണം പാകം ചെയ്തത്. അതായത് അതിൽ കൂടുതൽ വരുന്നുണ്ട്. ഇത് നമ്മളൊരു കൃത്യമായിട്ടൊരു എണ്ണം നമുക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. കൃത്യമായ എണ്ണം നമുക്ക് ലഭിക്കില്ല. എങ്കിലും ശരാശരി 3000-ന്റെയും 3500-ന്റെയും ഇടയിലുള്ള രീതിയിലാണ് ദിവസവും ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് തികയാതെ വരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ? അങ്ങനെ ഒരു പ്രതിസന്ധി വന്നിട്ടില്ല. ഞങ്ങളത് കൃത്യമായി തന്നെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം വാങ്ങിക്കുന്നു, കുട്ടികളുടെ പാർട്ടിസിപ്പന്റ് എണ്ണം വാങ്ങുന്നു. അതനുസരിച്ച് ബാക്കി സബ് കമ്മിറ്റികളുടെ മുഴുവൻ തലേ ദിവസവും ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവർ തരുന്ന റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ എടുത്ത് ഒരു 500 എണ്ണ എക്സ്ട്രാ വരാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇഷ്ടം പോലെ സവിഷമായി ഇതിന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് എത്തിക്കുന്നതിന് സംഘടിപ്പിക്കുന്നതിനൊക്കെ എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളത് ടെൻഡർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കടക്കാർ കൃത്യമായി നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ യഥാർത്ഥം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ഇത് പ്രദേശവാസികളുടെ ഒരു സഹകരണം ഇതിനകത്ത് നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇത് പ്രദേശവാസികൾ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള സഹകരണം നമുക്ക് തരുന്നത്? അതായത് ഭക്ഷണം വാങ്ങാൻ ചെയ്യാനും ഇതിനെല്ലാം സഹകരിക്കുന്നു. അവര് ഈ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനും മറ്റ് വേദികളിലോട്ട് എത്തിക്കുന്നതിനുള്ള ക്രമീകരണമുണ്ട്. വിളമ്പുന്നതെല്ലാം ടീച്ചേഴ്സ് മാത്രമാണ്. അവരുടെ സഹായം നന്നായിട്ടുണ്ട്. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് ഈ പാത്രങ്ങളെല്ലാം തന്നെ ഈ കഴുകിയ പാത്രങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അതുപോലെ മാറ്റുന്നതും. ഏകദേശം 3000 ആളുകൾ വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു ഡിഫിക്കൽറ്റി. അതിന് മുഴുവനായിട്ട് ഈ ടീച്ചേഴ്സിന് മാത്രം ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ ഈ ലോക്കലായിട്ടുള്ള ആളുകൾ ഇന്നലെ രാത്രിയിൽ ഏകദേശം 11 മണി വരെ ഈ പറയുന്ന ആൾക്കാരുടെ സേവനം ഇവിടെ പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അവരെ നമുക്ക് മറക്കാനായിട്ടും പറ്റത്തില്ല. അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് അവര് നമ്മുടെ ഈ കലോത്സവത്തെ കണ്ടിരിക്കുന്നത്. നാടിന്റെ പൂർണ്ണമായ സഹകരണമുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വൈകുന്നേരം ഇവിടെ യുവാക്കന്മാരും വൈകുന്നേരങ്ങളിലെ വേദികളിലെല്ലാം അവരുടെ ഒക്കെ സഹകരണം, ഇത്രയും ഒരു സഹകരണം ഈ നാട്ടിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടുള്ള ഒരു കലോത്സവം ആയതുകൊണ്ടും ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇത്രയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഈ ഓരോ ദിവസത്തെ മെനു നിങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുന്നത്? അത് കൂടി ആലോചിച്ചാണോ അതോ? മെനുവിന്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ ആദ്യം കൊടുത്തിരുന്നു. അതനുസരിച്ചുള്ളത് പാചകം ചെയ്യുന്ന ആളുകളോട് നിർദ്ദേശിക്കുകയും അതനുസരിച്ചുള്ള മെനു തയ്യാറാക്കുകയും ചെയ്തു. നമ്മൾ മെനു പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഉള്ള മെനു പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെയാണ് മെനു വെച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന സ്നാക്സ്, ചായ തുടങ്ങിയ കാര്യങ്ങളുടെ മെനു നമ്മൾ വെച്ചിട്ടില്ല. കാരണം അത് ഒഫീഷ്യൽസ് ആൻഡ് ജഡ്ജസിന് അതുപോലെ തന്നെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് മാത്രമാണ്. കുട്ടികൾക്ക് പാർട്ടിസിപ്പൻസിന് കൊടുക്കുന്നതല്ലാത്തതുകൊണ്ട് അത് മെനു വെച്ചിട്ടില്ല. എങ്കിൽ പോലും അതൊരു 1000-1500-ന്റെ ഇടയിൽ ഇതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഹോളി ചായ ഉൾപ്പെടെ കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മുടെ മെനുവിൽ വെച്ചിട്ടില്ല. കാരണം അത് കുട്ടികൾക്ക് പോകാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ വോളണ്ടിയേഴ്സ്, ഒഫീഷ്യൽസ്, ജഡ്ജസ് അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും അതും പോകുന്നുണ്ട്. നമ്മുടെ കലോത്സവം സംബന്ധിച്ച് ഏറ്റവും മുടക്ക് വരുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി. അത് നമ്മുടെ സാധനങ്ങൾ എത്തിക്കുക, എല്ലാത്തിനും വിലവർദ്ധന കാര്യങ്ങൾ എല്ലാം തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫണ്ടിന്റെ അപര്യാപ്തത അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ നമ്മളെ നേരിടുന്നുണ്ടോ? ഫണ്ട് നമുക്ക് 7 ലക്ഷം രൂപയോളമുള്ള ടെൻഡറാണ്. രൂപ ഉണ്ട്. അതനുസരിച്ച് പച്ചക്കറികൾക്കും പലവ്യഞ്ജനത്തിനും ഒരു ടെൻഡറും അതോടൊപ്പം തന്നെ പാചകം ചെയ്യുന്നതിന് മറ്റൊരു ടെൻഡറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെൻഡർ അനുസരിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ടെൻഡർ എടുത്തിരിക്കുന്ന ആളുകൾ എത്തിക്കും. ഈ കലോത്സവത്തിന് അനുവദിക്കുന്ന തുക കൂടാതെ ഫുഡ് കമ്മിറ്റിക്ക് വേറെ സെപ്പറേറ്റ് തുകയാണോ സർക്കാർ അനുവദിക്കുക? ഫുഡ് കമ്മിറ്റിക്ക് അല്ല, അങ്ങനെയില്ല. ഫുഡ് കമ്മിറ്റി പിന്നെ സ്പോൺസർഷിപ്പിൽ കുറേ സാധനങ്ങളൊക്കെ, പാല്, മറ്റ് പച്ചക്കറികളൊക്കെ അങ്ങനെ ശേഖരിക്കാറുണ്ട്. അതും കൂടെ ചേർത്താണ് ഇത് നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടന KST ആണ്. ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്.
കഴിഞ്ഞ 2-3 വർഷമായി യാതൊരു പരാതിക്കും ഇടപെടാതെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകി വരികയാണ്. 3500 മുകളിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അരിയും മറ്റുമൊക്കെ ഇട്ട് അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്നുണ്ട്. ആരും ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വർഷവും തൊടുപുഴ കട്ടപ്പന വെച്ച് നടന്നപ്പോൾ നമ്മൾ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരുന്നു. അത് യാതൊരു പരാതിയില്ലാതെ യഥേഷ്ടം വരുന്നവർക്കെല്ലാം കൊടുത്തുകൊണ്ടാണ് മുന്നേറുന്നത്. ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവനും അതിനുവേണ്ടി 4 ദിവസമായി ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഒരു ദിവസം വിളമ്പുന്നതിന് ഏകദേശം 100ഓളം അധ്യാപകരെ ആവശ്യമായി വരുന്നുണ്ട്. അധ്യാപകർക്ക് പുറമെ പ്രാദേശികമായിട്ടുള്ള സംഘടനകളുടെ എല്ലാം സഹായം ലഭ്യമാകുന്നുണ്ട്, വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ. അങ്ങനെ അത് മുന്നോട്ട് പോകും. അതുപോലെ ഭക്ഷണ ഹാളിൽ നല്ല മ്യൂസിക് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അധ്യാപകരെ നല്ല ഗായകരുണ്ട്. അപ്പം വരുന്നവർക്ക് നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് നല്ല രീതിയിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നിലവിൽ ഇത് നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന വിദ്യാർത്ഥികളോ മത്സരാർത്ഥികളോ രക്ഷകർത്താക്കളോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവരും നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളൊന്ന് കഴിച്ചു നോക്കാവുന്നതാണ്. ഇപ്പം പായസത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ പാൽപ്പായസമായിരുന്നു, ഇന്ന് ഗോതമ്പ് പായസമാണ്. അപ്പൊ രാവിലെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാണ്, ഞങ്ങളുടെയൊക്കെ വയറ് നിറഞ്ഞു. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞോ? ഞങ്ങളും വളരെ മനസ്സ് നിറയുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കുട്ടികളുടെ വലിയൊരു സഹായമുണ്ട്. എല്ലാ സ്റ്റേജിലും ഭക്ഷ്യവസ്തുക്കളും വെള്ളവും ചായയും ഒക്കെ എത്തിക്കുന്ന SPCയുടെ സഹായമുണ്ട്. അതോ NSS, SPC ഉൾപ്പെടെയുള്ള കുട്ടികളുടെ എല്ലാ സംഘടനകളുടെയും, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ വലിയ സേവനമുണ്ട്. സ്കൂൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റിയായി ഫുഡ് കമ്മിറ്റി മാറിയിട്ടുണ്ട്. അതിന് സ്കൂളിനോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുട്ടികളോടും പ്രാദേശവാസികളോടുമുള്ള സംഘടനയുടെ കടപ്പാട് രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം. നമ്മളിവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് തൊട്ട് അവിടെ ഊട്ടുപുരയിൽ എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ? അധ്യാപകരെ ഏകദേശം 100 അധ്യാപകരോളമാണ് നമുക്ക് വേണ്ടി വരുന്നത്. അവരെ നമ്മൾ പല ഗ്രൂപ്പുകളാക്കി കൗണ്ടറുകൾ തിരിച്ചുകൊണ്ട് നമ്മളിപ്പം ഇവിടെ ഭക്ഷണശാലയോട് അനുബന്ധിച്ച് 3 കൗണ്ടറുകളും ജഡ്ജസിനും ഒഫീഷ്യൽസിനും വേറൊരു മുറി കൗണ്ടറായിട്ടും ആ കൗണ്ടറിലേക്ക് ഓരോ കൗണ്ടറിലേക്കും 2 സെറ്റ് ആൾക്കാർ, ഒരു ദിവസം ഏകദേശം 8 ഐറ്റം വിളമ്പാനുണ്ടാവും. അപ്പോൾ 8 അധ്യാപകരെ ഒരു ടീം ലീഡറെയും വെച്ചുകൊണ്ട് നമ്മൾ ക്രമീകരിക്കുന്നത്. അവർക്ക് പകരം റിസർവ് ആയിട്ട് ഒരു ടീമുണ്ട്. അങ്ങനെ 100ഓളം അധ്യാപകരുടെ സേവനം വിളമ്പുന്ന കാര്യത്തിലും എത്തിക്കുന്ന കാര്യത്തിലും എല്ലാം എടുക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ നിങ്ങൾ എപ്പോഴും തന്നെ ബിസി ആയിരിക്കും. കാരണം രാവിലത്തെ പ്രഭാവർഷം കഴിഞ്ഞ അടുത്ത ഉച്ചക്കത്തേക്കുള്ള അതിന് അത്താഴത്തിനിടയ്ക്ക് ചായ കാപ്പി അങ്ങനെ എല്ലാം എപ്പോഴും തിരക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു ടെൻഷനും ഉറപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഞങ്ങള് ടീച്ചേഴ്സിനെ മാറി വിടുവാണ്. ഒരു 100 പേരെന്ന് വന്നാൽ അടുത്ത ദിവസം വേറെ സബ് ജില്ലയിൽ 100 പേര് വരികയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്താണ് ഇടുന്നത്. പിന്നെ ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നവർ എപ്പോഴും രാപകൽ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ശ്രദ്ധയുണ്ട്. മറ്റേ ഉള്ളവർ മാറി മാറി വരും. വൈകിട്ടാണേലും ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഇത് നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് പിറ്റേ ദിവസത്തേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണ്ടേ? രാത്രി ഏകദേശം 2 മണിയൊക്കെ ആവാറാകുമ്പോൾ നേരം വെളുത്ത 6 മണി 5:30 ഇവിടെ എത്തും. പിന്നെ ഇതിപ്പോ ഇത് SN UP നങ്കി സിറ്റിയുടെ ഹാളാണ്. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റും അവിടുത്തെ സ്റ്റാഫും എല്ലാം പൂർണ്ണമായി തന്നെ ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരു അനുഭവമാണ്. എപ്പോഴും തന്നെ വെള്ളം നിറയ്ക്കാനും ഒക്കെ വേണ്ട ജീവനക്കാരെ പൂർണ്ണമായി എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഒരു ഇതിനും കുറവ് സംഭവിച്ചിട്ടില്ല. നമുക്ക് പ്രധാന കുക്ക് ആരാണ്? അദ്ദേഹത്തെ നമുക്ക് എവിടുന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? അത് ടെൻഡർ വഴി വിഷ്ണു നമ്പൂതിരി. ഈ കലോത്സവ വേദികളിൽ ഭക്ഷണം വിളമ്പി പാചകം ചെയ്ത് കൊടുത്ത് പരിചയമുള്ള തൃപ്പൂണിത്തറ വിഷ്ണു നമ്പൂതിരിയാണ് ഈ പാചകം ഒക്കെ ടെൻഡർ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് നടത്തി നല്ല പരിചയമുണ്ട്. ഇടുക്കി ജില്ലയിൽ അദ്ദേഹം പല മേളകൾക്ക് ഭക്ഷണം ഒരുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം അത് ടെൻഡർ എടുക്കുകയും വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു വരികയുമാണ്. ഇനി മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും നാളെയും അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമുകളെല്ലാം ഉണ്ട്. ഞങ്ങളുമായിട്ട് പൂർണ്ണ സഹകരണമാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ഒരു വിഭവത്തിൻ്റെ കുറവുണ്ടായാൽ അപ്പോൾ പറഞ്ഞാൽ തന്നെ അന്നേരം തന്നെ അത് ആ കുറവ് പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തിക്കൊണ്ട് വളരെ രുചികരമായ ഭക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി വരുന്നത്. KSTയുടെ കടപ്പാട് അദ്ദേഹത്തിനോട് അറിയിക്കുവാനുള്ള ഒരു വേദിയായിട്ട് കൂടി
അവസരമായിട്ട് കൂടി ഇത് വിനിയോഗിക്കുക. ഈ കലോത്സവ വേദിയിലെ കൈപുണ്യം എന്ന് പറയുന്നത് മെയിൻ കുക്കായ അല്ലെങ്കിൽ മെയിൻ ഷെഫായ വിഷ്ണു നമ്പൂതിരിയാണ്. നമുക്ക് അദ്ദേഹത്തോടും ഈ ഒരു ഫുഡ് കമ്മിറ്റിയുമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇത് കലോത്സവങ്ങളിലെല്ലാം ഭക്ഷണം പാകം ചെയ്ത് ഒരുപാട് പരിചയമുള്ള ഒരാളാണ്. ഒരുപാട് പരിചയം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും സാമാന്യം പരിചയമുണ്ട്. ഇപ്പൊ ഒരുപാട് പരിചയം ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഇതിനു മുമ്പും നിരവധി കലോത്സവങ്ങളിൽ ഇടുക്കിയില്ലാത്ത തൊടുപുഴ മുതലക്കുടത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ഞാനായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു തൊടുപുഴ തന്നെ ഒരു ഇതുപോലെ തന്നെ 2-3 ദിവസം 3000 പേർക്ക് 4000 പേർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. പിന്നെ പറയാ മള്ളിയൂർ അമ്പലത്തിൽ 25,000 പേര് പരിപാടി 10 ദിവസം അടുപ്പിച്ചുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി വൈക്കത്തമ്പലത്തിൽ ഈ കഴിഞ്ഞ ദിവസം കൂടി വൈക്കത്തഷ്ടമിയുടെ പ്രാതല് അതിൽ മുട്ടസമ്പൂരുകാരാണ് അതിന്റെ അവകാശം. അവരെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചു. പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടെന്ന് പറയാനില്ല, ഞാനുണ്ട്, എൻ്റെ ഏട്ടനുണ്ട്, ഞങ്ങളേ ഉള്ളൂ. പിന്നെ ഞങ്ങളായിട്ടൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ 10-32 കൊല്ലമായി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. സ്വന്തമായിട്ട് കാറ്ററിംഗ് സർവീസ് അങ്ങനെ സ്വന്തമായിട്ട് ചിൽഡ്രൻസ് കാറ്ററിംഗ് അരയങ്കാവ് എന്നാണ് കാറ്ററിംഗ് സർവീസിന്റെ പേര്. അങ്ങനെ അത് ഏതായാലും 27 കൊല്ലമായി ഇപ്പൊ കാറ്ററിംഗ് സർവീസ് ആയിട്ട് തുടങ്ങിയിട്ട് 27 കൊല്ലമായി. ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് നടന്നു പോകുന്നു. കൂടുതലും ഈ സ്കൂൾ കലോത്സവങ്ങളുടെ വർക്കുകളൊക്കെയാണ് പിടിക്കുന്നത്. അല്ല, കല്യാണ പരിപാടികളൊക്കെയാണ് കൂടുതലും. കലോത്സവങ്ങളുടെ പരിപാടിയൊക്കെ എടുക്കൽ റിസ്ക്കാ. അപ്പോൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാനേ നോക്കുകയുള്ളൂ. പിന്നെ ചില ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ചെയ്തു പോകും. എന്നുവെച്ചാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ 24 ഇപ്പൊ 4 ദിവസം പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാനുള്ള സമയമില്ല. അതാണ് സത്യം. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു നേരത്തെ എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പൊ അറിയാലോ. അപ്പൊ അതിനാണ് അതുകൊണ്ട് റിസ്ക് ഏറ്റെടുക്കുക, അത്രേ ഉള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും കൂടെ സഹകരണം ഉള്ളപ്പോൾ നമുക്കതൊരു പിൻബലമാണ്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഏൽക്കുന്നു, പരിപാടി നടത്തുന്നു. പിന്നിൽ വലിയൊരു റിസ്ക് ഉണ്ടല്ലേ? സംശയമില്ല, റിസ്ക്കാണ്, മൊത്തം റിസ്ക്കാണ്. പരിപാടി ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ തലവേദനയായി ഇത് കഴിയുന്നിടം വരെ. പിന്നെ ബാക്കിയുള്ള ഇവിടെ സപ്പോർട്ട് ചെയ്യാനുള്ള നമുക്ക് എല്ലാ നിർദ്ദേശം തരാനും സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപോലെ സാറന്മാരുള്ള കാരണം നമ്മൾ പിടിച്ചു നിന്ന് പോണതാണ്. എന്നുവെച്ചാൽ ഇല്ല നല്ലതാണ്, നമ്മളെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂല. ഇപ്പൊ 1000 പേർക്ക് മതി എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് ഉണ്ടാക്കിയിട്ട പരിപാടി കഴിഞ്ഞു. ഇത് അങ്ങനെയല്ല. 1000 പേർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതി ആയിക്കഴിയുമ്പോൾ ആൾക്കാർ ഒരു 500 രൂപയോട് കാണാൻ കിട്ടും. നമുക്ക് അന്നേരം അതിനുള്ള മാർഗം നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ ത്രൂ ഔട്ട് പരിപാടിയാ. ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ കിട്ടിയാലായി. അതും സമാധാനത്തോടെ റെസ്റ്റ് എടുക്കാൻ പറ്റൂല. നാളത്തേക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വരെ കഴിയും, ഇനി നാളെ കൂടെ കഴിയട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. എന്നാലും ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അല്ല, ഒരു വാക്ക് തിരുമേനിയെ പറ്റി പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ദിവസം തന്നെ വന്ന് സാമ്പാർ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കൂടെ ഒരു നല്ല ഈ പാചകത്തിൽ അതിവിദഗ്ധനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നല്ല സാമ്പാറാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു വ്യത്യാസമില്ല. ഞങ്ങളുടെ പ്രയാസം എന്ന് പറഞ്ഞ ഒരു സാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ എല്ലാവരും ഈ ഇദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ ആ കാര്യത്തെപ്പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. ഇതുവരെയും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പറയണ 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:45 ആകുമ്പോഴത്തേനും സാധനം എല്ലാം റെഡിയാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടെയാണ് ഇദ്ദേഹം. നമ്മുടെ കലോത്സവ വേദിയിൽ ഭക്ഷണം വിളമ്പുന്ന ആളുകളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾ നമുക്കൊപ്പം നിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു സേവനം ഇനി വരുന്ന കാര്യം പറയട്ടെ. ഇവർ ഈ പറഞ്ഞതിനൊരു ഇത് പറയുക. ഇപ്പൊ എന്റെ ആശാന്മാര് അല്ലെ എന്റെ കാരണന്മാര് പഠിപ്പിച്ചേക്കണത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾക്കും കൂടി കഴിക്കാനാണ് എന്നുള്ള ബോധത്തോടെ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കണത്. ഇത്രയും നാളും ദൈവം സഹായിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നാളെ അങ്ങനെ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഇവരുടെ ഈ ഒരു സേവനവും ഈ കൈപുണ്യവും എല്ലാം ഇനിയും വരുന്ന എല്ലാ കലോത്സവങ്ങളിലും എല്ലാവരും ഓർത്തിരിക്കട്ടെ. ആ രുചി എല്ലാവരുടെയും നാവിൽ നിൽക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. കൂടുതൽ ഇനിയും വരും വർഷങ്ങളിലും ഇതേ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അധ്യാപക സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഇവര് ഭക്ഷണങ്ങളും പാകം ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് കാണാം. ഈ പാത്രങ്ങൾ കഴുകിയത് ഓൺലൈനായിട്ട് തന്നെ അവിടെ വീണ്ടും ചൂടാക്കിയിട്ട് വീണ്ടും പാത്രം എടുത്ത് വെക്കുന്നത്. നല്ല ചൂടുവെള്ളത്തിൽ കഴിയാ വീണ്ടും പോയിരുന്നു കേട്ടോ. പായസമാണല്ലോ തിരുമേനി. ഉച്ചക്കത്തേക്കുള്ള പായസമാണ് ഇപ്പൊ നമുക്കിത് തയ്യാറാണ്. ഗോതമ്പ് പായസം. ആ പായസത്തിന്റെ മണമൊക്കെ വരുന്നുണ്ട്. ചായക്കുള്ള കടിയാണ്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. 11 മണിക്കുള്ള ചായക്കുള്ള
ചെറുകടി തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇവര്. പഴംപോളിയാണ് എണ്ണയിൽ മുരിഞ്ഞു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിപ്പോടൊക്കെയുള്ളത് ബോളി തയ്യാറാക്കി കോരിയിട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ വൈകിട്ടത്തേക്കുള്ള പരിപ്പോടൊക്കെയുള്ള പരിപ്പെല്ലാം റെഡിയായിരിക്കുകയാണ്. ഉച്ചക്കത്തേക്കുള്ള ചോറ് ഏകദേശം ആയി കഴിഞ്ഞു. ഫുഡ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഒരു കഷ്ടപ്പാട് കാര്യങ്ങൾ നമുക്ക് ഇവരെ ഓരോ കലോത്സവത്തിലും നമ്മൾ ഓർക്കേണ്ട ഒരു വിഭാഗമാണ്. വരുന്നവരെ എല്ലാം കലകൾ ആസ്വദിക്കാനും മത്സരിക്കാനും എത്തുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അത് ഇവരെ സംബന്ധിച്ച് അത് അവരെ ഏറ്റെടുത്ത് അത് ഭംഗിയായി ഈ ഫുഡ് കമ്മിറ്റി നിർവഹിച്ചു വരികയാണ്.